ഗുഡ് ഫെയ്ത്ത് സദ്വിശ്വാസം സെക്ഷൻ 92-93. സെക്ഷൻ 92 ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 92 പ്രകാരം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ലാതാകുന്ന സാഹചര്യങ്ങൾ. 1. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യപ്പെടേണ്ടി വരികയും എന്നാൽ ആ വ്യക്തിക്ക് തൻ്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുക. 2. ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃത സംരക്ഷണ ചുമതലയുള്ള രക്ഷകർത്താവാലോ മറ്റേതെങ്കിലും ആളോ ഇല്ലാതിരിക്കുക. 3. ഒരാളുടെ ഗുണത്തിനായി ഉത്തമ വിശ്വാസത്തോടു കൂടി അയാളുടെ സമ്മതം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുക. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ അത് ചെയ്യുന്ന വ്യക്തി ആ കുറ്റത്തിന് അപരാധിയാകുന്നതല്ല. ഉദാഹരണം: എ അയാളുടെ കുതിരപ്പുറത്തു നിന്നും തെറിച്ചു വീഴുകയും അയാൾക്ക് ബോധക്ഷയം ഉണ്ടാവുകയും ചെയ്യുന്നു. കൺസെൻറ്റിൻ്റെ അഭാവത്താൽ ബി എന്ന സർജന് എയുടെ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുന്നു. എയുടെ മരണം ഉദ്ദേശിക്കാതെയും എന്നാൽ സതുദ്ദേശത്തോടെയും എയുടെ ഗുണത്തിനു വേണ്ടിയും എ സ്വബോധം വീണ്ടെടുക്കുന്നതിന് മുൻപ് എയുടെ ശസ്ത്രക്രിയ ബി നടത്തുന്നു. എ മരണപ്പെടുന്നു. ഇവിടെ ബി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. സെക്ഷൻ 92 പ്രകാരം ഡിഫൻസ് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. 1. മനഃപൂർവ്വം മരണത്തിന് കാരണമാകുന്നതോ ശ്രമിക്കുന്നതോ ആയ പ്രവൃത്തി ചെയ്യുക. 2. ചെയ്യുന്നയാൾ സ്വമേധയാ ഉപദ്രവമുണ്ടാക്കുകയോ ഉപദ്രവമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക. 3. ഏതു കുറ്റത്തിനാണോ ഈ ഒഴിവാക്കൽ ബാധകമല്ലാതിരിക്കുന്നത് അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. സെക്ഷൻ 268 പബ്ലിക് ന്യൂയിസൻസ് പൊതുജനശല്യം. പൊതുജനങ്ങൾക്ക് ദോഷമോ അപായമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഒരാൾ നിയമവിരുദ്ധമായി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. പൊതുശല്യമായ ഒരു പ്രവൃത്തി ആർക്കെങ്കിലും എന്തെങ്കിലും ഹിതമോ ഗുണമോ ഉണ്ടാകുന്നു എന്ന കാരണത്താൽ ആ ഉപദ്രവം മാപ്പാക്കപ്പെടുന്നതല്ല. ശിക്ഷ: പൊതുജനശല്യം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും സെക്ഷൻ 290 പ്രകാരം 200 രൂപയോളമുള്ള പിഴ ശിക്ഷ ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 269 ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടെയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ജീവന് ഹാനികരമാകാവുന്ന ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 270 ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാൻ ഇടയുള്ള വിദ്വേഷപൂർവമായ കൃത്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 കൊല്ലത്തോളം ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 277 പൊതുനീരുറവയിലോ പൊതുജലസംഭരണിയിലോ ജലം മലിനമാക്കിയാൽ ഉള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 299 ഒരാൾ മറ്റൊരാളുടെ മരണത്തിന് കാരണമായ ഒരു പ്രവൃത്തി ചെയ്യുക വഴി അയാളുടെ മരണം സംഭവിക്കുന്നുവെങ്കിൽ അയാൾ കുറ്റകരമായ നരഹത്യ ചെയ്തതായി കണക്കാക്കുന്നു. അത്തരം പ്രവൃത്തി അയാൾ ചെയ്തിരിക്കുന്നത് 1. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ ഇടയാകുന്നതായ ഒരു ദേഹോപദ്രവം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കാൻ താൻ ഇടയാക്കും എന്നുള്ള അറിവോടുകൂടിയും ആയിരിക്കണം. മാതാവിൻ്റെ ഗർഭപാത്രത്തിലുള്ള ഒരു ശിശുവിൻ്റെ മരണം സംഭവിക്കുന്നത് നരഹത്യ അല്ല. എന്നാൽ ജീവനുള്ള ഒരു ശിശുവിൻ്റെ മരണം സംഭവിക്കുന്നത് ആ ശിശുവിൻ്റെ ഏതെങ്കിലും ഭാഗം പിറന്നിട്ടാണെങ്കിൽ ആ ശിശു ശ്വാസോച്ഛ്വാസം ചെയ്യുകയോ പൂർണ്ണമായി പിറക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റകരമായ നരഹത്യയായി തീരാവുന്നതാണ്. സെക്ഷൻ 300 മർഡർ. ഒഴിവാക്കപ്പെട്ട സംഗതികൾ ഒഴികെ നരഹത്യ കൊലപാതകമാകാവുന്ന സന്ദർഭങ്ങൾ. 1. ഒരാൾ ഒരു പ്രവൃത്തി
മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ. 2. ഒരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടും അത് അയാളുടെ മരണത്തിന് കാരണമാകണമെന്നുള്ള അറിവോടും കൂടിയും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ. 3. ഒരാൾക്ക് ദേഹോപദ്രവം ഏൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുകയും അത്തരം ദേഹോപദ്രവം സ്വാഭാവിക മരണം സംഭവിക്കാൻ മതിയാകുന്നതാണ് എന്ന ബോധത്തോടും കൂടി ചെയ്യുമ്പോൾ. 4. തൻ്റെ പ്രവൃത്തിയാൽ മറ്റൊരാൾക്ക് ഉടൻ തന്നെ മരണമോ അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ ഇടയുള്ളതോ ആയ ഒരു ദേഹോപദ്രവമോ തീർച്ചയായും ഉണ്ടാകും എന്ന അറിവോടെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ. കുറ്റകരമായ നരഹത്യ കൊലപാതകമാകാത്ത സാഹചര്യങ്ങൾ. എക്സെപ്ഷൻസ് 1. ഗ്രേവ് സഡൻ പ്രൊവക്കേഷൻ. ഒരു വ്യക്തി പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനം കാരണം തൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തനിക്ക് അത്തരം പ്രകോപനം ഏൽപ്പിച്ച ആളിൻ്റെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കാരണമോ യാദൃച്ഛികത കൊണ്ടോ മറ്റൊരാളുടെ മരണം സംഭവിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ള നരഹത്യ കൊലപാതകമാകുന്നതല്ല. മേൽപ്പറഞ്ഞ എക്സെപ്ഷൻസ് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമാകുന്നു. 1. അത്തരം പ്രകോപനം അയാൾ മറ്റൊരാളെ കൊല ചെയ്യുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്നതിനോ വേണ്ടി സ്വമേധയാ ഉണ്ടാക്കിയതാകരുത്. 2. അത്തരം പ്രകോപനം നിയമാനുസൃതമായി ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനാൽ തൻ്റെ നിയമപരമായ അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകപ്പെട്ടതോ ആയിരിക്കരുത്. 3. അത്തരം പ്രകോപനം സ്വയരക്ഷയ്ക്കായി നിയമാനുസൃതമായി ചെയ്യപ്പെടുന്ന ഏതെങ്കിലും പ്രവൃത്തിയാൽ ഉണ്ടാക്കിയതാകരുത്. എക്സെപ്ഷൻസ് 2. എക്സീഡിംഗ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ്. താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാവുന്നതാണ്. 1. ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണത്തിനുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തത്. 2. ആ പ്രവൃത്തിയിലൂടെ പ്രസ്തുത വ്യക്തി തനിക്ക് നിയമപ്രകാരം ലഭ്യമായിട്ടുള്ള അധികാരപരിധി മറികടക്കുകയും അതുവഴി മറ്റൊരാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിരിക്കണം. ഈ പ്രവൃത്തി അയാൾ മുൻകൂട്ടി നിശ്ചയിക്കാതെ ചെയ്തതും കൂടാതെ സ്വരക്ഷയ്ക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ദോഷം വരുത്താനുള്ള ഉദ്ദേശം ഇല്ലാത്തതും ആയിരിക്കണം. എക്സെപ്ഷൻസ് 3. എക്സീഡിംഗ് ലോഫുൾ എക്സസൈസ് ഓഫ് പവർ. താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാവുന്നതാണ്. 1. മറ്റൊരാളുടെ മരണത്തിന് കാരണമായ വ്യക്തി ഒരു പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകനെ സഹായിക്കുന്ന വ്യക്തിയോ ആയിരിക്കണം. 2. പൊതുനീതിക്ക് വേണ്ടിയായിരിക്കണം അയാൾ ആ പ്രവൃത്തി ചെയ്തത്. 3. അയാൾക്ക് ലഭ്യമായ അധികാരപരിധിക്കുമപ്പുറം പ്രയോഗിച്ചിരിക്കണം. 4. സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള തൻ്റെ കർത്തവ്യത്തിൻ്റെ ശരിയായ നിർവഹണത്തിനെന്നുള്ള സതുദ്ദേശത്തോടുകൂടിയായിരിക്കണം അയാൾ ആ കൃത്യം ചെയ്തിരിക്കുന്നത്. 5. പ്രസ്തുത കൃത്യത്താൽ അയാൾ ഒരാളുടെ മരണത്തിന് കാരണമാകുന്നു. എന്നാൽ മരണപ്പെട്ട ആളുടെ മേൽ യാതൊരു വിദ്വേഷവും ഇല്ലാത്തതും അപ്രകാരം മരണം സംഭവിക്കപ്പെടണമെന്നുള്ള ഉദ്ദേശവും അയാൾക്കില്ലാത്തതുമായിരിക്കണം. എക്സെപ്ഷൻസ് 4. സഡൻ ഫൈറ്റ്. താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 1. ഒരു വ്യക്തി മറ്റൊരാളെ കൊല ചെയ്തിരിക്കുന്നതിന് മുൻപ് നിശ്ചയിച്ച പ്രകാരമായിരിക്കരുത്. 2. പെട്ടെന്നുണ്ടായ ഒരു വഴക്കിനെ തുടർന്നുള്ള ക്ഷോഭത്താൽ സംഭവിക്കുന്ന അടിപിടിയിലായിരിക്കണം മരണം സംഭവിച്ചിരിക്കുന്നത്. 3. ഈ സന്ദർഭത്തിൽ കുറ്റവാളി അനാവശ്യമായ ഒരു ആനുകൂല്യത്തെ പ്രയോജനപ്പെടുത്തുകയോ ക്രൂരമായോ അസാധാരണമായോ പ്രവർത്തിച്ചതോ ആയിരിക്കരുത്. അത്തരം സന്ദർഭത്തിൽ ആരാണോ പ്രകോപനം ഉണ്ടാക്കിയതെന്നോ ആദ്യത്തെ ആക്രമണം നടത്തിയതെന്നോ ഉള്ള കാര്യം അപ്രസക്തമാണ്. എക്സെപ്ഷൻസ് 5. ഡെത്ത് ബൈ കൺസെൻറ്റ്. താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. കൊല്ലപ്പെട്ട വ്യക്തി 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളായിരിക്കണം. 2. സ്വന്തം മരണത്തിൻ്റെ റിസ്ക് എടുക്കാൻ അയാൾക്ക് സമ്മതം ആയിരിക്കണം.